ജോബി പോൾ. ഈ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഏറ്റവും അധികം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയാണ് ഒരു പ്രോപ്പർ ഹൈഡ്രേറ്റഡ് ആവുന്നത്. അതിനെപ്പറ്റി തന്നെ പല മിസ്കോൺസെപ്ഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ജിമ്മ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വെള്ളം സിപ്പ് ചെയ്യണോ, അതോ വെള്ളം ഒരുപാട് കുടിക്കണോ, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണോ, ഇലക്ട്രോലൈറ്റ്സ് എന്തെങ്കിലും യൂസ് ചെയ്ത് തന്നെ ഹൈഡ്രേഷൻ ചെയ്യണോ. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഈ പ്രാവശ്യം സംസാരിക്കാം. ഈ ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, നിങ്ങളുടെ മസിൽസ് പ്രോപ്പർലി ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഹൈഡ്രേഷൻ വേണം. സെക്കൻഡ് തിങ്, നിങ്ങളുടെ മസിലിന്റെ എൻഡ്യൂറൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിനും നിങ്ങൾ ഹൈഡ്രേഷൻ പ്രോപ്പർ ആയിരിക്കണം. തേർഡ് തിങ്, നിങ്ങൾ ടയർഡ് ആവാതിരിക്കുന്നതിന് നിങ്ങൾ പ്രോപ്പർലി വെൽ ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. പിന്നെ 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രേറ്റഡ് അല്ലെങ്കിൽ ഇഞ്ചുറി വരാനുള്ള സാധ്യത. ഇതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർലി നമ്മൾ ഹൈഡ്രേറ്റഡ് അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിന്റെ വിസ്കോസിറ്റി അല്ലെങ്കിൽ ബ്ലഡിന്റെ തിക്നെസ് കൂടുതലായിരിക്കും. ആയി വരുന്ന ബ്ലഡ് നിങ്ങൾക്ക് ഹാർട്ട് പമ്പ് ചെയ്യുന്നതിന് ടഫായി വരികയും പ്രോപ്പർലി നിങ്ങളുടെ മസിൽസിന് ഓക്സിജൻ കിട്ടാതെ വരികയും ചെയ്യും. നിങ്ങളുടെ മസിൽസ് പെട്ടെന്ന് ഫറ്റിഗ് ആകുകയും ചെയ്യും. നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇടയ്ക്ക് വെള്ളം കുടിക്കണോ എന്നുള്ളത് പ്രോപ്പർലി ഹൈഡ്രേറ്റഡ് ആവുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പ് 1-2 ഗ്ലാസ് വെള്ളം കുടിക്കുക. അതിനുശേഷം ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് എവറി 15 മിനിറ്റ്സ് ഒരു 100 to 150 ml വെള്ളം വെച്ച് സിപ്പ് ചെയ്ത് പോവുക. നിങ്ങൾ 1 hourൽ കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം എന്തെങ്കിലും ഇലക്ട്രോലൈറ്റ്സ് യൂസ് ചെയ്താൽ മതി. അല്ല എങ്കിൽ നിങ്ങൾ നോർമലി ഒരു എയർ കണ്ടീഷൻഡ് ജിമ്മിലാണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ നോർമൽ ഹൈഡ്രേഷൻ തന്നെ യൂസ് ചെയ്താൽ മതി. ഡീഹൈഡ്രേറ്റഡ് ആണോ അല്ലയോ എന്നറിയാനുള്ള ഒരു മാർഗ്ഗം, നിങ്ങളുടെ യൂറിന്റെ കളർ ഒരു പെയിൽ യെല്ലോ ആണെങ്കിൽ പ്രോപ്പർലി ഹൈഡ്രേറ്റഡ് ആണ്. ക്ലിയർ ആയിട്ടുള്ള യൂറിൻ ആണെങ്കിൽ അത് നിങ്ങൾ ഓവർ ഹൈഡ്രേറ്റഡ് ആണ്. ഈ പെയിൽ യെല്ലോ അല്ലാതെ ഡാർക്ക് യെല്ലോ കളറിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഡീഹൈഡ്രേറ്റഡ് ആണ്. അത് നിങ്ങളുടെ മസിൽസിന് ഇഞ്ചുറി ഉണ്ടാക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്.